ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ഷെഫ് വ്ളോഗിലേക്ക് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് ഗ്രിൽ ചിക്കനാണ്. അപ്പോൾ ഗ്രിൽ ചിക്കന് വേണ്ടി ചിക്കൻ പരട്ടാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മുളക് പൊടി ആവശ്യത്തിന്, എത്ര ചിക്കൻ അതിന് ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ മസാലപ്പൊടി, ചാറ്റ് മസാല, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഞങ്ങളിവിടെ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിനിപ്പോൾ ചിക്കൻ്റെ പീസുകളിലേക്ക് ഞങ്ങളിങ്ങനെ വാരി വെതറും. ചിക്കൻ്റെ പീസുകളിൽ വാരി വെതറി ഇതെന്നാ കൂടെ ഞങ്ങൾ കസൂരി മെഹത്തിയും കൂടി ഇടുന്നുണ്ട്. കസൂരി മെഹത്തി അതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസൂരി മെഹത്തിയും കൂടി ഇട്ട് ഞങ്ങൾ ഈ ഉപ്പും ഇതുപോലെ കൂടി വാരി വലിച്ച് ഞങ്ങൾ പേസ്റ്റ് രൂപത്തിലാക്കി ഈ മുറിച്ചിട്ട ചിക്കൻ്റെ മേലെ അങ്ങോട്ട് വാരി വെതറുകയാണ് സുഹൃത്തുക്കളെ. വാരി വെതറുക, അല്ലെങ്കിൽ വെതറുക എന്നല്ല പറയുക, അതിങ്ങനെ പേസ്റ്റ് പെയിൻ്റ് അടിക്കുന്ന പോലെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്കി വാങ്ങണം അടുപ്പിലേക്ക് കയറ്റി കാണിക്കുന്നതായിരിക്കും. ഗ്രിൽ ചിക്കൻ പറയുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം വന്നു. ഇതാണ് ചിക്കൻ, വലിയ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ചിക്കന്. ഇതിന് നിങ്ങൾ വേദനിക്കാതെ ഇങ്ങനെ കീറി പോലെ ആക്കും. വരയിട്ട് കൊടുത്ത് നല്ല മൃദുവായി വരയിട്ട് കൊടുത്ത് ആ വരയിലൂടെ നല്ല രീതിയിൽ മസാല അടിച്ച് തേച്ച് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ്റ് അടിക്കുന്ന പോലെ അടിക്കണം. ഗ്യാപ്പില്ലാതെ ഇങ്ങനെ അടിച്ച് കൊടുത്ത് എന്നിട്ട് വേണം നിങ്ങൾ ഗ്രില്ല് ചെയ്യാൻ. ഇപ്പോൾ ചിക്കൻ ഇങ്ങനെ നിങ്ങളെ നിരപരാധികളായ ചിക്കൻ ഞങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. നോ പ്രോബ്ലം, വി വിൽ മീറ്റ് യു ഇൻ ഡൈനിങ് ടൈം. ഇത് ഞങ്ങൾ നേരത്തെ കാണിച്ച മസാല തന്നെയാണ്. അതിൽ ഞങ്ങൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു അതിനെ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാൽസ്യം നല്ല ഒരു പേസ്റ്റ് പോലെ ആക്കണ്ടെങ്കിൽ നമ്മളിങ്ങനെ നല്ല പേസ്റ്റ് പോലെ ആക്കണം. അതിനിപ്പോൾ ഞങ്ങൾ ഈ ചിക്കൻ്റെ കാഷ്ണം ഞങ്ങളങ്ങനെ അതിലേക്ക് നിക്ഷേപിക്കും. ഗായ്സ് ഇതിപ്പോൾ ഇങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല രീതിയിൽ കയ്യിൽ തന്നെ എടുത്ത് ചെയ്യാൻ. ഞാൻ പിന്നെ എനിക്ക് കയ്യിലെടുക്കുന്ന ഇപ്പോൾ ഒരാളെ ചെയ്യണം, അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇതിനിങ്ങനെ നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സാധനം ഞങ്ങൾ നല്ല ഒരു പേപ്പറിട്ട് തുറക്കണം ഗായ്സ്. പേപ്പറിനെ കൊണ്ട് ശരിക്കും തുറക്കണം, അല്ലെങ്കിൽ അതിൽ വെള്ളം അതിൽ വരും. ഇങ്ങനെ ഗേസ് അതാണ്. ഓക്കെ, ഇണങ്ങണം. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി അറിയാൻ കമൻറ്റിൽ ലെസ് എന്ന് ടൈപ്പ് ചെയ്താൽ കറക്റ്റ് റെസിപ്പി പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കമൻറ്റിൽ ലെസ് എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയുമായിട്ടുള്ളൊരു പ്രയോഗമായിരുന്നു, അത് പറയാൻ വിട്ടുപോയി.